എനിക്ക് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും മടിയുള്ള കാര്യം. അതുപോലെ തന്നെ മടിയുള്ളൊരു കാര്യമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും. ഞാൻ എൻ്റെ വീട്ടിലാവുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ അമ്മ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ എണീക്കൽ. അതുകൊണ്ട് തന്നെ എണീറ്റ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ഡ്യൂട്ടി നമുക്കുള്ളൂ. പിന്നെ ബാക്കി ഉച്ചക്കും വൈകുന്നേരം രാത്രിയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനൊന്നും മടിയില്ല. ആ സമയത്തൊക്കെ ഞാൻ ഫുൾ ഓൺ എനർജി ആയിരിക്കും. പക്ഷെ രാവിലെ എണീറ്റാൽ എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. എണീറ്റിട്ട് വീണ്ടും അപ്പുറം പോയി മാറിക്കിടക്കലാണ് എൻ്റെ മെയിൻ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് മാറിയ സമയത്ത് ഞാൻ രാവിലെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ ഐറ്റംസ്. അതാകുമ്പോൾ പിന്നെ കുറച്ച് നേരം വൈകി എണീച്ചാലും രാവിലെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ എനിക്കിതേപോലെ എന്തെങ്കിലും പരീക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നും നേരത്തെ എണീറ്റ് അത് പരീക്ഷിക്കാനുള്ള ഇൻട്രസ്റ്റോട് നേരത്തെ എണീറ്റിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പം വടൻ്റെ ബാറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ വട നന്നാവോ ഇല്ലയെന്ന് എനിക്കറിയില്ലല്ലോ. നോർമലി ഞാൻ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള വട കുഴപ്പമില്ലാതെ ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ബാറ്റർ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു, എന്താവും, നന്നാവോ, ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാറ്റർ നല്ല തിക്കേനും, അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റത്തെ 2-3 എണ്ണത്തിൽ ഓട്ട വന്നില്ല, കുറച്ച് കട്ടി കൂടിപ്പോയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കട്ടിയൊക്കെ കുറച്ചതാ ഇതേപോലെ നല്ല ഓട്ടമുള്ള വടയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടോ. വട അടിപൊളിയാണെങ്കിലും എൻ്റെ ഇഡ്ഡലി കുറച്ച് ഹാർഡായിപ്പോയി. കാരണം തണുപ്പല്ലേ, അപ്പോൾ ഐസ് പോകാനുള്ള നേരമൊന്നുമില്ലേനും. അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.